ഈ സുജിത് ദാസ് എന്ന് പറയുന്ന ആൾ കേരളത്തിലെ സ്വർണ്ണക്കടത്ത് നെക്സസിന് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ്. ഈ സുജിത് ദാസ് പോലീസ് സേനയിൽ ചേരുന്നതിന് മുൻപ് ഇയാൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്നു. നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. ഈ സുജിത് ദാസിന് കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരിക്കെ വളരെ മോശം ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് പിന്നീട് IPS എഴുതി കേരള പോലീസിലേക്ക് വന്നിരിക്കുന്നത്. സുജിത് ദാസിന്റെ പ്രധാനപ്പെട്ട അന്വേഷിക്കുന്ന കേസുകൾ ഇത്തരത്തിലുള്ള കേസുകളാണ്. സാധാരണ ലോ ആൻഡ് ഓർഡർ കേസുകളല്ല, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസ്. മലപ്പുറത്ത് സുജിത് ദാസ് ഏറ്റവും അധികം ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ 3 അക്ക ലോട്ടറിയുടെ പരിപാടിയാണ്. 3 അക്ക ലോട്ടറിയുടെ ഒരു വലിയ സംഘം മലപ്പുറം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നുണ്ട്. ആ 3 അക്ക ലോട്ടറിക്കാരുടെ കേസുകളാണ് സുജിത് ദാസ് ഏറ്റവും അധികം ഫോളോ അപ്പ് ചെയ്തത്. എന്തിനാണെന്ന് ചോദിച്ചാൽ ആ 3 അക്ക ലോട്ടറി സംഘത്തെ, ആ സംഘങ്ങളെ വിരട്ടി അവരിൽ നിന്ന് പണം ധനസമാഹരണം നടത്തുന്ന ആളായിരുന്നു സുജിത് ദാസ്. വളരെ മോശമായ ക്രിമിനൽ ട്രാക്ക് റെക്കോർഡുകളുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് സുജിത് ദാസ്. ഈ സുജിത് ദാസിനെയാണ് P. ശശിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പത്തനംതിട്ടയിലേക്ക് അടക്കം ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ADGP അജിത് കുമാർ, വ്യക്തിപരമായൊരു സന്തോഷം ഈ വിവരങ്ങളൊക്കെ വരുമ്പം വ്യക്തിപരമായൊരു സന്തോഷം എനിക്കുണ്ടാകുന്നത്, ഇപ്പം DYFIക്കാരും BJPക്കാരും ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോൾ ഏറ്റവും അധികം ആക്ഷേപങ്ങളുമായി വ്യക്തിപരമായ അറ്റാക്കുമായി വന്നൊരു വിഷയമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, വളരെ പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു, ഈ വിഷയത്തിനകത്ത് എനിക്ക് ഒളിക്കാനൊന്നുമില്ല. അതുകൊണ്ട് എന്നെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒരു മുൻകൂർ ജാമ്യം പോലും തേടാതെ, ഒരു നോ ടു അറസ്റ്റ് പോലും തേടാതെയാണ് ഞാൻ പോലീസുമായി ഈ വിഷയത്തിൽ സഹകരിക്കുന്നതെന്ന് പറഞ്ഞു. അത് ഈ പിണറായി വിജയൻ എൻ്റെ കൈ ശുദ്ധമാകുന്ന എന്ന് പറഞ്ഞിട്ട് പോകുന്ന പോലെയല്ല, ശുദ്ധമായതുകൊണ്ട് തന്നെയാണ് ആ കോൺഫിഡൻസിൽ പോയത്. ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ എന്താ? അന്ന് അത് ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്തൊരു ചാനൽ തന്നെ ഇപ്പോൾ പറയുന്നു, ADGP അത് അന്വേഷിച്ച സംഘത്തിന് നിർദ്ദേശം കൊടുക്കുകയാണ്, ഒരാഴ്ചക്കുള്ളിൽ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും അറസ്റ്റ് ചെയ്യണം. P. ശശിയുടെ നിർദ്ദേശമുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പൊളിറ്റിക്കൽ വെണ്ടേറ്റ അന്വേഷണ സംഘങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പം പ്രതിപക്ഷത്തെ ഒരു യുവജന സംഘടനയുടെ അധ്യക്ഷനും മുൻ അധ്യക്ഷനും എതിരായിട്ട് ഒരു പൊളിറ്റിക്കൽ വെണ്ടേറ്റ, അന്വേഷണം വേണ്ട, ഒരാഴ്ചക്കുള്ളിൽ അറസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതനുസരിച്ച് തെളിവുകൾ ഉണ്ടാക്കാൻ നോക്കി. എന്നിട്ടും തെളിവുകളൊന്നും ലഭിക്കാത്തത് കൊണ്ടാണ്, ഒരു തെളിവ് ഉണ്ടാക്കാൻ പോലും പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭരണപക്ഷത്തെ ഒരു MLA ഗുരുതരമായ ഒരു പരാതി ഉന്നയിക്കുന്നു. പോലീസ് സംരക്ഷണം വേണമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത്, എനിക്ക് വേണ്ട, എനിക്കൊരു തോക്ക് തന്നാൽ മതിയെന്ന്. ഭരണപക്ഷത്തെ ഒരു MLA പറയുന്നു, ADGP നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരെയും എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരുടെയും ഫോൺ കോളുകൾ ചോർത്തുന്നു എന്ന് പറയുന്നു. ആ വിവരം നിങ്ങളെങ്ങനെ അറിയാൻ ചോദിക്കുമ്പോൾ MLA പറയുന്നത് ഞാൻ ചോർത്തിയെന്ന്. ADGP ചോർത്തുന്നു, ADGPയുടെ ഫോൺ MLA ചോർത്തുന്നു. എന്തൊരു വലിയ ദുരവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ADGP അജിത് കുമാറും പിന്നെ സുജിത് ദാസിനോട് സൂചിപ്പിക്കാനായിട്ടുള്ള അയാളുടെ ഫോൺ സംഭാഷണം നമ്മൾ കേട്ടു. നാണം തോന്നി. അയാളിപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്താക്കിയാൽ പോലും ഒരു കുഴപ്പമില്ലാത്ത അത്ര വലിയ ധനസമ്പാദന അയാൾ നടത്തിയിട്ടുണ്ട്. അയാളുടെ ഇൻകം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അയാള് മലപ്പുറത്തുള്ള ഒരു വിവാദ വനിതയ്ക്ക് 2 കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാമോ എന്ന് ചോദിച്ചതിന്റെ അടക്കമുള്ള പരാതികളും വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് എല്ലാവരും മോശമാണെന്ന് പറയുന്നില്ല. ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥന്മാർ തീവ്രവാദികളെക്കാൾ കൊള്ളക്കാരേക്കാൾ വലിയ കൊള്ളക്കാരായി സേനയ്ക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈ കൊള്ളക്കാരുടെ പ്രത്യേകത, അവർക്ക് നിയമപരമായ ട്രെയിനിങ് ലഭിക്കുന്നില്ല.